തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് തക്കതായ ഭാഷയിൽ മറുപടി നൽകിയിരിക്കുകയാണ് രേണു സുധി. ആദ്യ ഭാര്യയുടെ മരണത്തിന് ശേഷം കൊല്ലം സുധി തന്നെ വിവാഹം കഴിച്ചിരുന്നുവെന്ന് അവകാശപ്പെട്ട് ഒരു സ്ത്രീ രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ചർച്ചകൾ സജീവമായത്. 5 വർഷത്തോളം താൻ സുധിയുടെ ഭാര്യയായിരുന്നുവെന്നാണ് സ്ത്രീയുടെ വെളിപ്പെടുത്തൽ. രേണുവുമായുള്ള സുധിയുടെ ബന്ധം അറിഞ്ഞതോടെ താൻ വിവാഹമോചനം നേടുകയായിരുന്നുവെന്നുമാണ് സ്ത്രീ പറഞ്ഞത്. എന്നാൽ സുധി 2 വിവാഹം കഴിച്ചതായി തനിക്ക് അറിവില്ലെന്നാണ് രേണു പറഞ്ഞത്. കൊല്ലം സുധി ലീഗലായി വിവാഹം ചെയ്തയാൾ താൻ മാത്രമാണെന്നും രേണു മാരേജ് സർട്ടിഫിക്കറ്റ് അടക്കം കാണിച്ച് പറയുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ വൈറലായതോടെ ചർച്ചയാകുന്നത് രേണുവിനെക്കുറിച്ച് വന്ന ചില കമൻറ്റുകളാണ്. സുധിയുടെ മാത്രമല്ല രേണുവിൻ്റെയും 2ാം വിവാഹമാണെന്ന തരത്തിലാണ് കമൻറ്റുകൾ. പാസ്റ്ററെയും തേച്ചു. സുധിയുടെ 2ാം ഭാര്യയുടെ ജീവിതവും നശിപ്പിച്ച് സുധിയെ അടിച്ചുമാറ്റി, എല്ലാം ഊറ്റി. അതിന് ദൈവം കെട്ടുതാലി പൊട്ടിച്ച് ശിക്ഷ കൊടുത്തു. ഇപ്പോൾ ആൺപിള്ളേരുടെ ഒപ്പം റീൽ വീഡിയോ ചെയ്ത് നടക്കുന്നു. മറ്റേ പെൺകുട്ടി നല്ല ഒരു വിവാഹം കഴിച്ച് അടങ്ങി ഒതുങ്ങി കുടുംബത്തെയും നോക്കി പബ്ലിക്കിൻ്റെ മുന്നിൽ വന്ന് വിഴുപലക്കാൻ ഇഷ്ടമല്ലാതെ ജീവിക്കുന്നു. എന്നാൽ രേണു വെറുപ്പിരന്നു വാങ്ങി അതുകൊണ്ട് അരി മേടിച്ച് ജീവിക്കുന്നു. ഒരു കടയിൽ കയറി നിന്നാൽ കിട്ടും ജീവിക്കാനുള്ളതെന്നാണ് വീഡിയോയ്ക്ക് വരുന്ന കമൻറ്റുകൾ. അതേസമയം രേണു ഈ കമൻറ്റുകളോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം തനിക്കെതിരെ മോശമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ചെയ്തയാളുടെ വീട്ടിൽ ചെന്ന് രേണു പ്രതികരിച്ചിരുന്നു. ഈ വീഡിയോയും വൈറലായിരുന്നു. അതേസമയം പുതിയ അഭിമുഖത്തിൽ തൻ്റെ ബാങ്ക് ബാലൻസ് കാണിച്ചുകൊണ്ടാണ് രേണു സംസാരിക്കുന്നത്. 951 രൂപ മാത്രമാണ് തൻ്റെ ബാങ്ക് ബാലൻസ്. ഇത്തവണ വിധവാ പെൻഷനും വന്നിട്ടില്ല. ഞാൻ വേറെ വിവാഹം കഴിച്ചെന്ന് സർക്കാരും വിചാരിച്ച് കാണുമോ? വേറെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല എന്നാണ് രേണു പറഞ്ഞത്. രേണു തമാശ രൂപേണയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിലും ഇതെല്ലാം കേട്ട് അവതാരകയുടെ കണ്ണ് നിറയുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. അവതാരകയെ ആശ്വസിപ്പിക്കുന്ന രേണു കരയിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ക്ഷമാപണവും നടത്തുന്നുണ്ട്. ഇതിനിടെ രേണു കണ്ണു തുടയ്ക്കുന്നതും വീഡിയോയിൽ കാണാം. കരയിപ്പിക്കാൻ പറഞ്ഞതല്ല, സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞതാണ്. പലരും എന്നെപ്പറ്റി തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ സത്യമല്ലെന്ന് തെളിയിക്കണമല്ലോ. എല്ലാവരുടെയും വിചാരം ഞാൻ കോടികൾ ഉണ്ടാക്കുന്നുവെന്നാണ്. ചെറിയ ചെറിയ ആൽബങ്ങൾ ചെയ്തും അഭിമുഖങ്ങൾ നൽകിയും കിട്ടുന്ന പണമേ ഉള്ളൂ. എൻ്റെ പേഴ്സണൽ ഞാൻ സാധാരണ ആരോടും പറയാറില്ല. ഇതിപ്പോൾ സാഹചര്യം വന്നപ്പോൾ പറഞ്ഞു പോയതാണെന്നും രേണു പറഞ്ഞു.